ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒരേ ആളുകളാണോ, അതോ അവർ വ്യത്യസ്തരാണോ? 4500 വർഷം മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ അവശിഷ്ടങ്ങളിൽ ഉത്തരങ്ങൾ അടങ്ങിയിരിക്കാം. ഹരിയാനയിലെ രാഖി ഗർഹിയിൽ നിന്നാണ് ഇവരുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. വ്യക്തമായും സ്ത്രീയുടെ പേര് ആർക്കും അറിയില്ല. അതിനാൽ ഗവേഷകർ അവരെ ഒരു നമ്പറിട്ട് വിശേഷിപ്പിച്ചു, 14411. ഈ സ്ത്രീയിൽ നിന്നും മറ്റ് 500-ലധികം പുരാതന ആളുകളിൽ നിന്നുമുള്ള DNA 2 തരം തലക്കെട്ടുകളിലേക്ക് നയിച്ചു. ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഒരു പ്രഹസനമാണ്. ഇന്ത്യ ദക്ഷിണേന്ത്യയുടെ പൂർവികനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ആര്യ കുടിയേറ്റത്തെ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. ഇവ രണ്ടും തികച്ചും വിപരീത തലക്കെട്ടുകളായിരുന്നു. എന്നാൽ ഇരുവരും ചർച്ച ചെയ്യുന്നത് ഒരേ കണ്ടെത്തലുകളാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒരേ കൂട്ടം ആളുകളിൽ നിന്നാണോ, അതോ വ്യത്യസ്തരാണോ? പിന്നെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം ശരിയാണോ? ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാർ? നമുക്ക് കണ്ടെത്താം. ഇൻഡോ യൂറോപ്യൻ വേഴ്സസ് ദ്രാവിഡ ഭാഷകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം ആര്യൻ അധിനിവേശ സിദ്ധാന്തം എന്താണെന്ന് ചർച്ച ചെയ്യാം. ഈ വാക്കുകൾ നോക്കൂ. അമ്മ സംസ്കൃതത്തിൽ മാത, ജർമ്മൻ ഭാഷയിൽ മുട്ടർ. സംസ്കൃതവും മറ്റ് കൊളോണിയൽ ഭാഷകളും തമ്മിലുള്ള ഈ സാമ്യം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ജഡ്ജിയായിരുന്ന വില്യം ജോൺസൺ ആണ് ആദ്യം ശ്രദ്ധിച്ചത്. ഈ ഭൂപടം നോക്കൂ. എല്ലാ പ്രദേശങ്ങളും ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നതായി പറയപ്പെടുന്നു, അതായത് പരസ്പരം വളരെ സാമ്യമുള്ള ഭാഷകൾ. ഈ ഭൂപടത്തിൽ ഉത്തരേന്ത്യയുടെ വലിയൊരു ഭാഗം ഷേഡുള്ളതായി നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ ഇന്ത്യയുടെ തെക്കൻ ഭാഗം അങ്ങനെയല്ല. ഈ പ്രദേശങ്ങൾ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നില്ല, മറിച്ച് അവർ ദ്രാവിഡ ഭാഷകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉപയോഗിക്കുന്നു. ഈ നിരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് എവിടെയോ ഉത്തരേന്ത്യക്കാരായി ഉത്ഭവിച്ചതായി നിഗമനം ചെയ്തു. അവരെ ആര്യന്മാർ എന്ന് വിളിച്ചു. എന്നാൽ ഈ ആര്യന്മാരല്ല ഇന്ത്യയിൽ ആദ്യമായി സ്ഥിര താമസമാക്കിയത്. മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിൽ നിന്ന് വന്നവർ. ബ്രിട്ടീഷുകാരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെത്തിയ ഒരു യൂറോപ്യൻ വംശമാണ് ആര്യന്മാർ. ഉത്തരേന്ത്യക്കാർ ഹിന്ദുമതം വളർത്തിയെടുത്ത ആര്യന്മാരാണെന്നും അവർ കൂടുതലും ഉയർന്ന ജാതിയിൽ നിന്നുള്ളവരാണെന്നും ദക്ഷിണേന്ത്യയിൽ ഒരു ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ഇതാണ് വിവാദമായ ആര്യൻ അധിനിവേശ സിദ്ധാന്തം. വർഷങ്ങളോളം ഇന്ത്യയിൽ ജീവിച്ചിരുന്നവരല്ല, യൂറോപ്പിൽ നിന്ന് വന്ന ആര്യന്മാരാണ് ഹിന്ദുമതം അവതരിപ്പിച്ചതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ സിദ്ധാന്തത്തെ നാസികളും പിന്തുണച്ചിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കുതിരപ്പുറത്ത് കയറി ഇന്ത്യയെ കീഴടക്കിയ നീലക്കണ്ണുള്ള സുന്ദരമായ ചർമ്മമുള്ള ആളുകളാണ് ആര്യന്മാർ എന്ന് നാസികൾ വിശ്വസിച്ചിരുന്നു. ഈ ആര്യന്മാരാണ് സംസ്കൃത ഭാഷകളും വേദങ്ങളും അവതരിപ്പിച്ചതെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് BJPക്കും വലതുപക്ഷത്തിനും ഈ സിദ്ധാന്തം ഇഷ്ടപ്പെടാത്തത്? കാരണം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഹിന്ദുമതം ഉടലെടുത്തത് ഇന്ത്യയിലെ തദ്ദേശീയരായ ആളുകളാലാണ് എന്നാണ് വിശ്വാസം, അല്ലാതെ പുറത്തുള്ളവരല്ല. പകരം ഹിന്ദു വലതുവശം വിപരീത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു, ഔട്ട് ഓഫ് ഇന്ത്യ തിയറി. ആര്യന്മാർ ഇന്ത്യയിൽ വന്ന് സംസ്കൃതം വികസിപ്പിച്ചിട്ടില്ലെന്ന് അവർ വാദിക്കുന്നു. പകരം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി അവിടെ സംസ്കൃതം പ്രചരിപ്പിച്ചവരാണ് ആര്യന്മാർ എന്നാണ് വിശ്വാസം. നിങ്ങൾ ഏതിൽ വിശ്വസിക്കും? സുഹൃത്തുക്കളെ, യഥാർത്ഥ കുടിയേറ്റ കഥ ആര്യന്മാർക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14411 പോലെയുള്ള പ്രാചീന മനുഷ്യരുടെ DNA പഠിച്ചുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താനാകും. ഇതൊരു വിവാദ സിദ്ധാന്തമാണ്. എന്നാൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്ന ഒരു നീണ്ട ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, പാഴ്സികൾ ഇറാനിൽ പീഡനത്തെ തുടർന്ന് പലായനം ചെയ്തപ്പോൾ ഇന്ത്യ അവരെ സ്വാഗതം ചെയ്തു. 2 ഗവേഷണ പ്രബന്ധങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം 4 വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് നടന്നത്. 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറിയതാണ് ആദ്യഘട്ടം. ഈ ആദ്യകാല കുടിയേറ്റക്കാർ ആദ്യ ഇന്ത്യക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആളുകളുടെ ഏറ്റവും അടുത്ത ആധുനിക കാലത്തെ പിൻഗാമികൾ ആൻഡമാൻ ദ്വീപുകളിലെ ഗോത്രങ്ങളാണ്. അതായത് ഇന്ത്യയുടെ ഭാഗമായ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ കൂട്ടമാണ് ആൻഡമാൻ ദ്വീപുകൾ. ഈ ദ്വീപുകളിൽ നോർത്ത് സെന്റിനൽ ദ്വീപും ഉൾപ്പെടുന്നു. ഇത് ലോകത്തിലെ അവസാനത്തെ സമ്പർക്കമില്ലാത്ത ഗോത്രങ്ങളിലൊന്നായ സെന്റിനലീസ് ജനതയുടെ ആവാസ കേന്ദ്രമാണ്. പുറത്തുള്ളവരോടുള്ള ഒറ്റപ്പെടലിനും ശത്രുതയ്ക്കും പേരുകേട്ടവരാണിവർ. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി നോർത്തിലെ ഈ ദ്വീപിൽ താമസിക്കുന്നു. വേട്ടയാടുന്ന ജീവിതശൈലി നിലനിർത്തുകയും പുറം ലോകവുമായുള്ള സമ്പർക്കത്തെ ചെറുക്കുകയും ചെയ്യുന്നു. ഇവരുമായി സമ്പർക്കം പുലർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. കാരണം അവർ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ വില്ലും അമ്പും ഉപയോഗിക്കുന്നു.
ബാഹ്യരോഗങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിക്കുന്നതിനും പുറത്തു നിന്നുള്ളവരെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ നോ കോണ്ടാക്ട് പോളിസി സ്ഥാപിച്ചിട്ടുണ്ട്. നോർത്ത് സെന്റിനൽ ദ്വീപ് സന്ദർശകർക്ക് നിരോധനമാണ്. കൂടാതെ സെന്റിനലീസ് തങ്ങളുടെ പരമ്പരാഗത ജീവിത രീതി നിലനിർത്തിക്കൊണ്ട് ഒറ്റപ്പെടലിൽ തുടരുന്നു. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒന്നാം കുടിയേറ്റത്തിന് ശേഷം കുടിയേറ്റത്തിന്റെ രണ്ടാം ഘട്ടം ഏകദേശം 9000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. പടിഞ്ഞാറൻ ഇറാനിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഇന്ത്യയും ആധുനിക പാകിസ്ഥാനുമായ പ്രദേശത്തേക്ക് കുടിയേറി. ഈ കുടിയേറ്റക്കാർ ആദ്യ ഇന്ത്യക്കാരുമായി ഇടപഴകുകയും ഹാരപ്പൻ നാഗരികത എന്നറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരത്തിന് കാരണമാവുകയും ചെയ്തു. നമ്മൾ തുടക്കത്തിൽ ഭാഷകൾ തമ്മിലുള്ള ഒരു സാമ്യം സംസാരിച്ചിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഹാരപ്പക്കാർ ഏത് ഭാഷയാണ് സംസാരിച്ചിരുന്നത്? ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ പ്രാഥമികമായി സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷകളുടെ ഒരു പുരാതന രൂപമാണ് അവർ സംസാരിച്ചതെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഹാരപ്പക്കാർ ഉപയോഗിച്ചിരുന്ന ലിപി ഇതുവരെ ഡീക്രിപ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഭാഷ ലോകത്തിലെ പരിഹരിക്കപ്പെടാത്ത വലിയ രഹസ്യങ്ങളിലൊന്നായി അവശേഷിക്കുന്നു. ഈ സംസ്കാരത്തെപ്പറ്റി, അതായത് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെപ്പറ്റി വളരെ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ സംസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മതമില്ല, പള്ളികളില്ല, അമ്പലങ്ങളില്ല. അതുകൊണ്ട് തീർച്ചയായും ആ സംസ്കാരത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ലിപി ഡീക്രിപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ദ്രാവിഡ ഭാഷകളുടെ ഒരു പതിപ്പാണ് സംസാരിച്ചതെന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാം? അവരുടെ ഭാഷകളിൽ ചിഹ്നങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ആനയെപ്പോലെ ചില കാര്യങ്ങൾ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ തെളിവുകളുണ്ട്. അതായത് ദ്രാവിഡ ഭാഷയോട് സാമ്യമുണ്ട്. ദ്രാവിഡ ഭാഷകളിൽ സമാനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് ഒരു ഭാഷാപരമായ ലിങ്ക് നിർദ്ദേശിക്കുന്നു. എന്നിരുന്നാലും ഈ വ്യാഖ്യാനം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് ഹാരപ്പക്കാർ പകരം ഒരു ഇന്തോ യൂറോപ്യൻ ഭാഷയാണ് സംസാരിച്ചതെന്ന് പഠനത്തിന്റെ സഹരചയിതാക്കളിൽ ഒരാളായ ഡോക്ടർ ഷിൻഡെ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും മറ്റ് ഗവേഷകർ ദ്രാവിഡ ഭാഷ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ആര്യന്മാർക്ക് ശേഷം അപ്പോൾ എന്തായിരിക്കും നടന്നിരിക്കുക എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്ത സംഭവം സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുതൽ ജനങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ വരെ അതിന് കാരണങ്ങളായി കണക്കാക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയെ തുടർന്ന് ആളുകൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിച്ചു. ഈ ആര്യന്മാർ ഉക്രൈൻ, റഷ്യ, കസാക്കിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് വന്നത്. ഈ കാലഘട്ടം ഉത്തരേന്ത്യക്കാർക്കും ദക്ഷിണേന്ത്യക്കാർക്കും ഇടയിൽ ശ്രദ്ധേയമായ ഒരു വിഭജനത്തിന് തുടക്കമിട്ടു. സിന്ധു നദീതട തകർച്ചയെ അതിജീവിക്കാൻ തെക്കോട്ട് കുടിയേറുകയും ഇതിനകം അവിടെ താമസിച്ചിരുന്ന ആദ്യ ഇന്ത്യക്കാരുമായി ഇടപഴകുകയും ഒടുവിൽ ഞങ്ങൾ പൂർവിക ദക്ഷിണേന്ത്യക്കാർ ASI എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സിന്ധു മേഖലയിൽ താമസിച്ചിരുന്നവർ പുതുതായി വന്ന ആര്യന്മാരുമായി ഇടകലർന്നു. ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻസ് ANI എന്നറിയപ്പെടുന്ന ഒരു സംഘം രൂപീകരിച്ചു. ANI ആളുകൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് സംസ്കൃതവും വിവിധ യൂറോപ്യൻ ഭാഷകളും തമ്മിൽ നിരവധി സാമ്യതകൾ ഉള്ളത്. ചുരുക്കത്തിൽ പൂർവികരായ ദക്ഷിണേന്ത്യക്കാർ 2 ഗ്രൂപ്പുകളുടെ മിശ്രിതമായിരുന്നു. ആദ്യ ഇന്ത്യക്കാരും പടിഞ്ഞാറൻ ഇറാനിയൻ കർഷകരും. ഇതിന് വിപരീതമായി പൂർവികരായ ഉത്തരേന്ത്യക്കാർ 3 ഗ്രൂപ്പുകളുടെ മിശ്രിതമായിരുന്നു. ആദ്യ ഇന്ത്യക്കാർ, പടിഞ്ഞാറൻ ഇറാനിയൻ കർഷകർ. അടുത്ത 2000 വർഷത്തേക്ക് ഈ പൂർവികരായ ഉത്തരേന്ത്യക്കാരും, അതായത് ANIയും പൂർവികരായ ദക്ഷിണേന്ത്യക്കാരും ASIയും ഇടകലർന്ന് കുട്ടികളുണ്ടായി. എന്നാൽ പെട്ടെന്ന് ഈ ഇന്റർ ഗ്രൂപ്പ് മിക്സിംഗ് പൂർണ്ണമായും നിലച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഏകദേശം 1900 വർഷങ്ങൾക്ക് മുമ്പ് ഗുപ്ത കാലഘട്ടത്തിൽ മതം പ്രചാരം നേടാൻ തുടങ്ങിയെന്ന് ഒരു പഠനം സൂചിപ്പിക്കുന്നു. തൽഫലമായി ഇന്ത്യക്കാർ അവരുടെ സ്വന്തം ജാതിയിൽ തന്നെ കർശനമായി വിവാഹം കഴിക്കാൻ തുടങ്ങി. ഇന്റർമിക്സിംഗ് ഫലപ്രദമായി നിർത്തി. ഈ അടുത്ത കാലത്ത് ഇന്റർമിക്സിംഗ് ചെറുതായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും 95% ഇന്ത്യക്കാരും അവരുടെ സ്വന്തം ജാതിയിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നത്. ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ ജനതിക ഘടനയുടെ 52% സിന്ധു നദീതട നാഗരികതയിൽ നിന്നും, 12% ആര്യന്മാരിൽ നിന്നും, 36% ആദ്യ ഇന്ത്യക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ആൻഡമാനിൽ നിന്നോ ആണ് എന്നാണ് കരുതപ്പെടുന്നത്. കുടിയേറ്റത്തിന്റെ 4ാമത്തെ തരംഗം കൂടിയുണ്ട്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മ്യാൻമർ, കംബോഡിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറി. ഈ ആളുകൾ ഇന്ന് ജാർഖണ്ഡിലും ഒഡീഷയിലും മുണ്ട ഗോത്രങ്ങളുടെ പൂർവികർ ആണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒരേ ആളുകളാണോ?
അതോ വ്യത്യസ്തരായ ആളുകളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഉത്തരം സങ്കീർണമാണ്. അവയുടെ ജനിതക മിശ്രിതം സമാനമാകണമെന്നില്ല, പക്ഷെ അവയുടെ വേരുകൾ ഒന്നു തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഹാർവാർഡ്, MIT കൂടാതെ നിരവധി ഇന്ത്യൻ സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. എന്നിരുന്നാലും ചർച്ചകൾ ശാസ്ത്രീയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് മാറി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ആര്യന്മാർ ഇന്ത്യയിലെത്തിയത് എന്ന ആശയങ്ങളിൽ പല മാധ്യമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഒരു നുണയാണെന്ന് സൂചിപ്പിക്കാൻ അത് രൂപപ്പെടുത്തി. ഇത് ചോദ്യം ഉയർത്തുന്നു: തെറ്റായ വിവരങ്ങൾ നൽകിയോ? ആര്യന്മാരെയും ആര്യവ്രതത്തെയും കുറിച്ചുള്ള കഥകൾ ഗൂഢലക്ഷ്യങ്ങൾക്കായി കെട്ടിച്ചമച്ചതാണോ? ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പല അനുമാനങ്ങളും തെറ്റായിരുന്നു എന്നാണ്. ഹിന്ദുമതം ആര്യന്മാർ മാത്രമാണ് സ്ഥാപിച്ചതെന്ന വാദം ബ്രിട്ടീഷുകാർക്ക് തെറ്റായിരുന്നു. ആര്യന്മാർ ഇന്ത്യക്കാരാണെന്ന് വിശ്വസിക്കുന്നതിൽ ഹിന്ദു വലതുപക്ഷവും തെറ്റായി ധരിക്കുന്നു. ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരും ഇതിനകം ഇന്ത്യയിൽ താമസിക്കുന്നവരുമായി ഇടകലർന്നവരുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഉത്തരേന്ത്യക്കാരോ ദക്ഷിണേന്ത്യക്കാരോ പൂർണ്ണമായും ഇന്ത്യയിലെ തദ്ദേശീയരല്ല. വാസ്തവത്തിൽ ആൻഡമാൻ ദ്വീപുകളിൽ നിന്നുള്ള ഗോത്രങ്ങളാണ് ആദ്യകാല ഇന്ത്യക്കാർ. അപ്പോൾ ശരിക്കും നമ്മൾ ആരാണ്? ടോണി ജോസഫ് തന്റെ ആദ്യകാല ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ സമൂഹത്തെ ഒരു പിസ്സയോട് ഉപമിക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ആദ്യ ഇന്ത്യക്കാരെയാണ് അടിസ്ഥാനം പ്രതിനിധീകരിക്കുന്നത്. പുറന്തോട് സിന്ധു നദീതട ജനതയെ പ്രതീകപ്പെടുത്തുന്നു. സോസുകൾ ആര്യന്മാരാണ്. ടോപ്പിങ്ങുകൾ കംബോഡിയയിൽ നിന്നും മ്യാൻമറിൽ നിന്നുള്ളവരാണ്. അവർ ഒരുമിച്ച് ഈ പിസ്സ ഉണ്ടാക്കുന്നു. അതിന്ന് ഇന്ത്യയാണ്. നമ്മുടെ നിറങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും നാം എല്ലാവരും ഒരേ അടിസ്ഥാന അടിത്തറ പങ്കിടുന്നു. മാത്രമല്ല, ഇന്ന് DNA ടെസ്റ്റിലൂടെ നമ്മൾ ASA ആണോ അതോ ANA ആണോ എന്നറിയാൻ സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടും ഈ വീഡിയോ നിങ്ങൾക്ക് ആകർഷകവും വിജ്ഞാനപ്രദവുമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.